ഈ പോലീസ് സ്റ്റേഷനുകളുടെ സ്റ്റിഫ്നെസ്സും അവസാനം എനിക്ക് സ്ഥാനാർത്ഥി സ്ത്രീകൂട്ടം കാണുന്ന സമയത്ത് അത് പക്ഷേ അസാധ്യമായിട്ടുള്ളൊരു മുഖം ഉണ്ടായിരുന്നു അജുവിന്. ഞാൻ ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ചില സമയത്ത് ഈ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് തന്നെ ചെറിയ കുളിര് കിട്ടൂലേ, ആ ക്യാരക്ടർ നമുക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുമല്ലോ. അതായിരുന്നു സ്ഥാനാർത്ഥി സ്ത്രീകുട്ടൻ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറി ചെയ്യാൻ കിട്ടുന്നത് ഭയങ്കര ഒരു സുഖമുള്ള ഒരു പരിപാടിയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ സുഖം കൂടെ ആസ്വദിക്കില്ലേ ഇങ്ങനെ കോമഡി ചെയ്യുമ്പോൾ? ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നത് ഇന്നത്തെ നമ്മൾ അന്ന് സംസാരിച്ച പോലെ മാറിപ്പോയതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. എങ്ങനെ ഇത് റിസീവ് ചെയ്യപ്പെടും? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഓവർ ആക്ടിങ് പെട്ടെന്ന് പറഞ്ഞോളെ, അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പൊ അത് വരാതിരിക്കുക, അല്ലെങ്കിൽ അന്ന് അറ്റ് ദ സെയിം ടൈം ചിരിപ്പിക്കണം. അപ്പം ഇതിന്റെ ഒരു മീറ്റർ ഇതിന്റെ കൺഫ്യൂഷൻ മാറിയിട്ടില്ല സത്യം. അതിന് എപ്പോഴും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് ഡയറക്ടർ ആൻഡ് റൈറ്റേഴ്സ്, അവരുടെയും ഇൻഫാക്ട് അവരെന്ന് മാത്രമല്ല നമ്മളുടെ കോ ആക്ടേഴ്സ്, സെറ്റിലുള്ള ക്രൂ, അസിസ്റ്റന്റ് ഡയറക്ടർ, ആരെങ്കിലും നമുക്ക് നല്ലൊരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു വിമർശനമോ തന്നാൽ ഐ റിസീവ് ഇറ്റ്. നമുക്ക് എൻഡ് ഓഫ് ദ ഡേ സ്ക്രീനിൽ പ്രൊഡക്റ്റ് നന്നാവണമെന്നേ ഉള്ളൂ. അതെ അതെ അതെ. ഈ ഇപ്പോൾ അജുവിൻ്റെ ഇപ്പോൾ ഒരു ഷേപ്പ്, ബോഡി ലാംഗ്വേജ് ഒക്കെ ആനന്ദ് ശ്രീബാലയിലൊക്കെ കാണുമ്പോൾ ആ പോലീസുകാരുടെ ഒരു ബോഡി ലാംഗ്വേജുമായിട്ട് യോജിക്കുന്നതോ അങ്ങനെ തന്നെ ആ ക്യാരക്ടർ വരുന്നുണ്ട്. പക്ഷേ ഈ ബോഡി ലാംഗ്വേജ് എല്ലാ ക്യാരക്ടേഴ്സിനും അത് തന്നെ ആവണമെന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ അജുവിൻ്റെ കോൺഷ്യസ്നെസ് എനിക്ക് തോന്നുന്നു അജു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അജുവിന് വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്താൽ മതി എന്നാണ്. പക്ഷെ ബാക്കിയുള്ള പല ആക്ടേഴ്സും അങ്ങനെ അല്ല. അവർക്ക് അവരുടെ ബോഡിയെ കൂടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൂടെ പരുവപ്പെടുത്തി വയ്ക്കും. അത്തരം കോൺഷ്യസ്നെസ് എന്തുകൊണ്ടാണ് വരാത്ത അജുവിന്? മടിയുടെ ഭാഗമായിട്ടായിരിക്കാം, ഭക്ഷണത്തോടുള്ള ഒരുപാട് താല്പര്യക്കാരനായിരിക്കാം. പക്ഷേ ഇപ്പം അഹമ്മദും KCF ചെയ്ത സമയത്തും നിർബന്ധം പറഞ്ഞു മെലിഞ്ഞേ പറ്റൂ. വിനീതിന്റെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് വർഷങ്ങൾ മാത്രം ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി, അതിന് മുന്നേയൊക്കെ നിർബന്ധം പറയും. ഇപ്പം മിഥുൻ പറഞ്ഞിട്ടുണ്ട് ആട് 3 മസ്റ്റായിട്ട്, അതിൻ്റെ ഒരു മാസം സമയമുള്ളൂ ഇനി അത്. പക്ഷെ അത് അങ്ങനെ നിർബന്ധമാണ് എന്ന് അവർ പറഞ്ഞാൽ അങ്ങനെ കിലോ കണക്കാൻ എനിക്കറിയില്ല. ബട്ട് സാർ പറഞ്ഞു പ്രസന്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. കാര്യം സപ്പോർട്ടിങ് ആക്ടർ അല്ല, അതുകൊണ്ട് തന്നെ സെൻട്രലിൽ നിന്നാണല്ലോ ഒരു 5-6 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല. അപ്പൊ സെൻട്രലിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിനൊരു പ്രസന്റബിലിറ്റി ആവശ്യമാണ്. സിനിമയാണല്ലോ, നമുക്ക് അങ്ങനത്തെ ഒരു ഡ്രമാറ്റിക് കഥയാണ്, ഭയങ്കര റിയലിസ്റ്റിക് സ്റ്റോറി ടെല്ലിംഗ് വരുന്നൊരു സിനിമയല്ല. അപ്പൊ അത് പറഞ്ഞിരുന്നു. മെലിയുന്നതിനേക്കാളും സാറ് പറഞ്ഞത് പ്രസന്റബിൾ ആയിരിക്കണം, സ്റ്റൈൽ കുറച്ച് വേണം. ഇപ്പൊ ഹെയർ ഒക്കെ എല്ലാ ദിവസവും ഇപ്പൊ നമ്മൾ ചുമ്മാ ചീകി ചെല്ലുന്നതിന് ലവണ്ടർ കൺസ്ട്രക്ഷൻ ഒക്കെ ചുമ്മാ ചീകി ചെല്ലുക. അപ്പൊ അതൊക്കെ ഹെയർ ഡു ഒക്കെ ചെയ്യണം, അതിനുവേണ്ടി സ്റ്റൈലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇവരുടെ കോൺട്രിബ്യൂഷനാണ്. അജു പക്ഷേ ഇത്രയും സിമ്പിൾ ആവുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ഇൻ ദ സെൻസ് ക്യാരക്ടർ അല്ല, ഒരു ആക്ടറുടെ തരത്തിലുള്ള ജാടകളില്ലാത്ത വളരെ സിമ്പിളായി സംസാരിക്കുന്ന ഒരാളായിട്ടാണ് അജുവിനെ ഇപ്പോഴൊക്കെ ഞാൻ കാണുന്നത്. സീരിയസ് കൈൻഡ് ഓഫ് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. അത് ശരിക്കും പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? എന്താണ്? ഭയങ്കര ഇൻസെക്യൂർ ആക്ടർ ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഞാൻ കിടലൻ നടനാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല അഹങ്കാരം കാണിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. മ്യൂസിക് കിട്ടി നടന്നു വരും. ഭയങ്കര കോൺഫിഡന്റ് ആക്ടർ ആയിരുന്നെങ്കിൽ ഈ ധൈര്യമായിട്ടും കോൺഫിഡൻസ് ക്യാരി ചെയ്യാൻ ഇത് പലപ്പോഴും പൊതുമധ്യത്തിൽ വരുമ്പം. ഇന്നലെ നമ്മളൊരു ഇന്റർവ്യൂ എടുത്തു, അപ്പോൾ പാർക്കിലാണ്. ഇപ്പൊ പാർക്കിൽ പോകുന്നതുകൊണ്ടോ ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ടോ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ചുറ്റും ഒരു ചമ്മലുണ്ട്. അതായത് എത്ര പേര് ഇവനെയൊക്കെ നമ്മൾ വെറുതെ ഓവർ തിങ്ക് ചെയ്തിട്ട് അവരുടെ മൈൻഡ് നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ 3-4 കുട്ടികളിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ചെന്നിട്ട് രമ്യ ചേച്ചി ആങ്കർ ചെയ്ത്, രമ്യ ചേച്ചി ഒരു ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് അജു വർഗീസ് ഇഷ്ടമാണോ? അപ്പൊ ഞാൻ ഇന്നലെ അവരിപ്പോ നമ്മുടെ ഇഷ്ടമില്ലാത്തൊരു സിനിമ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവർ ഉടനെ പറയില്ലേ ചോദിച്ചു വാങ്ങുന്നേ. നമ്മൾ അതേ ഫിക്സ് ചെയ്യുന്നത്. ഭയങ്കരമായ ഒരു സോഷ്യൽ മീഡിയ എന്താ പറയാ ക്രിറ്റിസിസം ഉള്ളൊരു സമയത്ത് നമ്മളെല്ലാം ഒരു ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ സിനിമ ചെയ്തു, തിയേറ്ററിൽ കഴിഞ്ഞു, പണ്ടാണെങ്കിൽ ചാനലിൽ വരും. ഞാൻ വരുന്ന കാലം തൊട്ട് പിന്നെ അത് ചാനൽ മാത്രമേ ഉള്ളൂ. DVD-യും CD-യും ഉള്ളല്ലോ, പിന്നെയാണല്ലോ OTT-യും വന്നത്. അപ്പൊ അതവിടെ തീരുവ, മനസ്സിലായോ? ചാനലിലും വലിയ ഒരു വർക്കാവാത്തൊരു സിനിമ അങ്ങനെ ആരും ചാനലിൽ പോയില്ല, അല്ലെങ്കിൽ കാണില്ല. ഇന്നങ്ങനല്ല, ഇത് എവിടെയെങ്കിലും വന്നിട്ട് സോഷ്യൽ മീഡിയ പോപ്പപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു മോശം പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു നന്നാവാത്തൊരു സിനിമയിൽ നമ്മൾ ഭാഗമായ അത് പ്രേക്ഷകരുടെ കണ്ണിലെത്തും. എനിക്ക് തോന്നാറുണ്ട് അങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ക്ലിപ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഏറ്റവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ ചില സിനിമകളിലൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ കുറച്ച് നല്ലത് വന്നുകൂടെ ഇതുപോലെ.
അത് കാരണം ആ കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ട്. നമുക്ക് അതിൽ ഒരു സേ ഇല്ലാത്തൊരു ജോലിയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അത് എപ്പോഴും ഒരു പുൾ ബാക്ക് ഉണ്ട്. ഇപ്പൊ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ വേറെ ജോലി ഇപ്പം വണ്ടി ഓടിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അറിയാം, എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമല്ല. പക്ഷെ മേ ബി അങ്ങനത്തെ ഒരു ജോലിയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ജാടൽ നടന്നു. അരുൺ ശരിക്കും ബേസിക്കലി ഫോട്ടോഗ്രാഫറാണ്. ഒരുപാട് ഫോട്ടോകൾ മനസ്സിലൂടെ പോകും. ഫേമസ് ഫോട്ടോ ഇല്ലേ രഞ്ജിത് സാറും കൂടെ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ എടുത്ത് 2013 ഇങ്ങനെ കത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് രഞ്ജിത്ത് പണിക്കരായിട്ട് ഞാൻ കണക്ട് ആവുന്നത്. ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ട് അരുൺ. അതാണ് ജോലി. വേറെ പുറകിൽ വേറെ വർക്ക് ചെയ്തിട്ടില്ല. ഫോട്ടോഗ്രാഫറും അല്ല, പടം എടുത്തിട്ടുള്ള വേറെ ആൾക്കാരാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പാഷൻ എനിക്ക് തോന്നുന്നു ഒരുപാടായി തുടങ്ങിയിട്ട്. 28 വർഷം. ഞാൻ സംസാരിക്കുന്ന സമയത്താണ് രതീഷ് വർക്ക് ചെയ്ത കേബിൾ ചാനൽ, അതായത് നമ്മുടെ തങ്കമണിയുടെ ഡയറക്ടർ ഉണ്ട്, ഉടലിന്റെയൊക്കെ തങ്കമണിയുടെ ഡയറക്ടർ ഉണ്ട്. ആ പുള്ളി വർക്ക് ചെയ്തത്, രതീഷ് വർക്ക് ചെയ്ത കേബിളില് ചാനലിൽ ഉണ്ടായിരുന്നു അല്ലേ? രതീഷ് വരുന്നതിന് മുമ്പേ അവിടെ ഉണ്ട്. പുനലൂര് രതീഷ് വന്നിട്ടാണ് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് തുടങ്ങുന്നത്. അതിന് മുമ്പ് അതിനകത്ത് വീഡിയോ സ്റ്റോറീസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ ഉണ്ട്. അപ്പോഴേ ഫോട്ടോഗ്രാഫറാണ്. ഞാൻ 96 ലാസ്റ്റ് മുതൽ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ആണോ എന്ന് ചോദിക്കുമ്പോ ഏതെങ്കിലും ഫോട്ടോസ് മനസ്സിൽ വന്നിട്ടുണ്ടോ? ഒരുപാട്. രണ്ടു മൂന്നെണ്ണം പറയൂ. അതിന്റെ പോസ്റ്റുകൾ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ വായിക്കാറുണ്ട്. കുറെ ഫോട്ടോസ് ഉണ്ട്. അത് അന്നത്തെ 96 ഞാൻ ഉണ്ടായിട്ടില്ല. എന്റെ ഇടയ്ക്ക് അതിനേക്കാളുപരിയായിട്ട് ഞാൻ ഈ പടത്തിലേക്ക് എന്നെ വിളിച്ചത് ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ദീപക്കാരൻ. അപ്പൊ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഫോട്ടോഗ്രാഫറിന്റെ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്ന് ഇവിടെ വന്ന് കഥ കേട്ടപ്പോഴും അത് എന്റെ അന്നത്തെ ഫ്രീലാൻസ് ലൈഫുമായിട്ട്, അതായത് ഞാൻ തുടക്കം 96 ലാസ്റ്റ് തുടക്കത്തിൽ പത്രത്തിനും മാഗസിൻസിനും വേണ്ടിയിട്ടായിരുന്നു പടം എടുത്തത്. അപ്പം ഫ്രീലാൻസ് അങ്ങനെ ഒരു 15 വർഷക്കാലത്തോളം ഫിലിം മാഗസിൻസ്, വിവൻസ് മാഗസിൻ, അങ്ങനെ എല്ലാത്തിനും എടുക്കും. അപ്പൊ ആ ലൈഫുമായിട്ട് എനിക്ക് ഈ ക്യാരക്ടറിനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതായിരുന്നു എനിക്ക് ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഉള്ളൊരു അതൊക്കെ മനസ്സിൽ ഓർത്ത് ചില സീൻസിലൊക്കെ ഉണ്ട്. എനിക്കത് എന്റെ ലൈഫായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ലൈഫ്? കുറച്ചൊന്ന് പറയൂ, ചുരുക്കി പറയൂ. കുറച്ച് ഭയങ്കര അന്നത്തെ കാലമല്ലേ, നമുക്കന്ന് ഒരു ഫോൺ പോലും സ്വന്തമായിട്ടില്ല, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. നമ്മളന്ന് ഫിലിമിലെടുക്കുകയാണ്. ഫിലിമിലെടുക്കുന്നതിന്റെ ഒരു പ്രശ്നം അറിയട്ടെ, ഒരു പടം അത് കിട്ടിയോന്ന് അറിയണമെങ്കിൽ തന്നെ ഇപ്പൊ പുനലൂരിൽ നിൽക്കുന്ന ഞാനൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊല്ലത്ത് ലാബിൽ വന്നത് ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവ് നോക്കിയാൽ മാത്രമേ എനിക്കത് പതിഞ്ഞു എന്ന് പറയാൻ പറ്റൂ. അപ്പൊ അത് അന്നത്തെ കാലത്തൊക്കെ ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മൾ റോള് ഡെവലപ്പ് ചെയ്യാൻ കൊടുത്ത് അവർ പറഞ്ഞ 3 ദിവസം കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്തത് കാണാൻ. അത് നമ്മളിങ്ങനെ കണ്ട് നോക്കിയിട്ട് അന്ന് നെഗറ്റീവ് നോക്കിയാണ് ജഡ്ജ് ചെയ്യുന്നത്. ആ ജഡ്ജ്മെന്റിനകത്ത് നോക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ഇന്ന ഫോട്ടോ ഇന്ന സൈസ്. ഞാനും എടുത്തിട്ടുണ്ട് ഫോട്ടോ. എന്നിട്ട് ഈ നെഗറ്റീവ് വരുമ്പോ നല്ല ബ്ലാക്ക് ആണെങ്കിൽ നമുക്കറിയാം റിസൾട്ട് ഓക്കെ ആയിരിക്കും. വൈറ്റ് ആയി പോയിട്ടുണ്ടല്ലോ, ഓവർ എക്സ്പോസ്ഡ്. ഞാൻ മുക്കാലി ക്യാമറ ഉണ്ടല്ലോ നമ്മുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെട്ടി ക്യാമറ, അതിലാണ് ഞാൻ ഫോട്ടോ എടുത്ത് പഠിക്കുന്നത് സ്റ്റുഡിയോ. അപ്പം ആ സ്റ്റുഡിയോ വർക്ക് മുതലുള്ള എല്ലാ പ്രോസസ്സിങ്ങും ഞാൻ പഠിച്ചിട്ടാണ് വന്നത്, ഡാർക്ക് റൂം ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഞാൻ ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഫോട്ടോഗ്രാഫറാണ്. ഇദ്ദേഹത്തിന്റെ, അതായത് രഞ്ജിത്ത് പണിക്കരി ഏട്ടന്റെ പഴയ പണ്ടത്തെ മാഗസിന് വേണ്ടിയിട്ട് അന്ന് അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡായിട്ട് കൂടെ ഫോട്ടോഗ്രാഫറായിട്ടുണ്ടായിരുന്നത് ഞാനാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഫോട്ടോഗ്രാഫി ലൈഫിൽ എങ്ങനെ സ്റ്റാർട്ടിങ് ആയിരുന്നു അതേ സംഭവം തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ ക്യാരക്ടറാണ്. അപ്പൊ ക്യാരക്ടർ അല്ല, ജീവിക്കുകയല്ലേ സംവിധായകൻ പറയൂ. നമുക്കൊരു ഏരിയയിൽ ഭയങ്കര ശക്തമായ ഒരു വോയിസ് ഓവറിങ് വേണം. അത് അർജന്റായതുകൊണ്ട് നമുക്ക് ആർക്കും ടെൻഷൻ ഇല്ല. കാരണം ഈ വോയിസ് ഓവർ ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല. ശരീരം ഇല്ല, ബോഡി ഇല്ലല്ലോ. ബോഡി ഉണ്ടപ്പോൾ നമുക്ക് എപ്പോഴും അതിനൊരു സേഫ്റ്റിയാണ്. വോയിസ് ഓവർ അല്ലാതെ പ്രേക്ഷകരെ ഇരുത്തണം, അത് പറഞ്ഞു പോകാൻ. അതിൽ അസാധ്യമായിട്ട് ചേട്ടന് പറ്റി. അല്ല, അത് ഉറപ്പായിരുന്നു. നമുക്ക് അദ്ദേഹം എവിടെയോ എനിക്കറിയായിരുന്നു ഇദ്ദേഹത്തിന് നന്നായത് പറ്റും. എന്നാൽ എനിക്ക് കാര്യം എന്താണെന്നറിയില്ല. 1-2 സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അങ്ങനെ ഇവിടെ വെച്ചാൽ പരിചയപ്പെടുത്തി. ആ വോയിസ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ വാചേട്ടൻ ആദ്യമേ തന്നെ പറഞ്ഞു അത് വേണ്ട, ബോഡി മാത്രം പോരാ, ശബ്ദം കൂടെ വേണമെന്ന് പറയാം. നിങ്ങൾ ശരിയല്ല കേട്ടോ, അങ്ങനെ ആൾക്കാരെ എങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഇതില് വേഷം ചെയ്തിട്ടുണ്ട്. അടിപൊളി.